Hi friends, welcome to Sans Healthy Risk. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അവിയലുമായിട്ടാണ്. പക്ഷേ നമ്മുടെ സദ്യക്ക് കിട്ടുന്ന നമ്മുടെ നാടൻ അവിയലല്ല. ഇത് കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത വെറും സാധാ ഒരു തക്കാളി അവിയൽ. നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അവിയലാണ്. നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി. നമുക്ക് തക്കാളിയും സവാളയും പച്ചമുളക് ഈ സാധനം മാത്രം മതി ഒരു അവിയൽ ഉണ്ടാക്കാൻ. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. നമുക്ക് തക്കാളി അവിയലിന് ആവശ്യമായിട്ടുള്ളത് തക്കാളി വേണം. അത് ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. ഒരു ഒത്തിരി അങ്ങ് പഴുത്തല്ല, എന്നാൽ ഒരു മീഡിയം സൈസ് ഒരു പഴുത്തതും ഒക്കെ തക്കാളിയും, പിന്നെ 3 പച്ചമുളക്, ജീരകം, കൊച്ചുള്ളി, സവാള ഒരു 1.5 മുറി സവാള ഞാൻ എടുത്തിട്ടുള്ളൂ, തേങ്ങ ഒരു അര വേണ്ട 1/4 തേങ്ങ മതി, തിരുമിയ തേങ്ങ. ഞാനൊരു ബൗൾ തേങ്ങ എടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ എടുത്തു വച്ചിരുന്ന തക്കാളി ഞാനിപ്പം നീളത്തിൽ അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ വേണം തക്കാളിയും സവാളയും അരിഞ്ഞെടുക്കാൻ. പച്ചമുളകും നടുവേ കീറി വേണം വെക്കാൻ. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ എടുക്കാം. പാൻ എടുത്ത് ഞാൻ ആ തക്കാളി എടുത്ത് വച്ചിരിക്കുന്ന തക്കാളി അതിനകത്ത് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം തക്കാളി ഒത്തിരി അങ്ങ് പഴുത്തതുമല്ല, എന്നാൽ തീരെ പച്ചയല്ല. തക്കാളിയിലോട്ട് ഞാൻ സവാളയും എടുത്തു വച്ചിരുന്ന ആ 3 പച്ചമുളക് അത് ഞാൻ നടുവേ കീറി എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത്രയും സാധനവും ഇത്രയും അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനപ്പം തക്കാളി ആയതുകൊണ്ട് തക്കാളിക്ക് ഒരു ചെറിയ പുളി കാണുന്നുണ്ട്. ഞാൻ 2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മുളക് പൊടി, കുറച്ച് മുളക് പൊടി, 1/4 ടീസ്പൂൺ വേണ്ട, അതിലും കുറച്ച്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ച് വെള്ളവും. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കല്, കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. അല്ലെങ്കിൽ ആ പാൻ്റെ അടിയിലൊന്ന് പിടിക്കും അത്. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ തക്കാളി ആയതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് പോലെ, എന്നാൽ ഏകദേശം ഒന്ന് വെന്ത് കിട്ടുകയും. ഇപ്പം തക്കാളി ഇപ്പം എല്ലാം ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് നമുക്കൊന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയും ജീരകവും കൊച്ചുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാനത് കാണിക്കാഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും അവിയൽ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ അരപ്പ് എങ്ങനെയാണോ എടുക്കുന്നത് അത്രയും ഒരു രീതിയിൽ ആ ഒരു പരുവത്തിന് നമ്മൾ എടുക്കുക. ഞാൻ ഇളക്കുന്നില്ല, ഇളക്കാതെ തന്നെ ഞാനത് അടച്ചു വെക്കുവാണ്. എന്നിട്ട് നല്ല തീ ഒന്ന് കൂട്ടി വെച്ച് ഒന്ന് തിളയ്ക്കാൻ കൊടുക്കുവാണ്. അപ്പം നല്ലൊരു തിള വന്നു കഴിയുമ്പം നമുക്ക് ആ കഷ്ണത്തിൻ്റെ കൂടെ ആ തേങ്ങയും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് നമുക്ക് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. തക്കാളി അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കുമ്പോൾ ഉപ്പിന് ഇച്ചിരി കുറവോ ഇല്ലെങ്കിൽ ചെറിയൊരു പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മേലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ വെളിച്ചെണ്ണയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാം, കൂട്ടാം, വേണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിക്ക് ഇച്ചിരി കുറവുണ്ടെങ്കിൽ പുളിയും ചേർക്കാം. ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് പുളിയാണ് ചേർക്കുന്നത്. തൈര് ചേർക്കേണ്ടവർക്ക് തൈര് ചേർക്കാം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന്. ഞാനിങ്ങനെയാണ് തക്കാളി അവിയൽ ഉണ്ടാക്കുന്നത്. ലാസ്റ്റിൽ ഞാനൊരു കുറച്ച് കരിയാപ്പില അതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് ജസ്റ്റ് ഒന്ന് രണ്ടാക്കി അതിൻ്റെ കൂട്ടത്തിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം തക്കാളി അവിയൽ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ട ഒരു അവിയൽ തക്കാളി അവിയൽ ഉണ്ടാക്കണമെങ്കിൽ. കഷ്ണങ്ങളൊന്നും അധികം ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി അവിയൽ റെഡിയാണ്. ചെറിയ ചോറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.